ദിവ്യപൂജ സമാപിച്ചു. കഴിഞ്ഞ ആഴ്ച കുർബാന കാണുമെന്ന് വിചാരിച്ചത് അവന്റെ മോളെ മഴ കാരണം കാണാൻ. കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ആ, നിന്റെ മരുമോളുടെ പോരിന്റെ കാര്യം. എന്റെ കൊച്ചു ത്രേസിയെ നീ വിട്ടുകൊടുക്കരുത്. ഒരിക്കൽ വിട്ടുകൊടുത്ത മരുമോള് തലേ കയറി നിരങ്ങും, അല്ലേടി? അതെ. അതൊക്കെ എന്റെ മരുമോള് അച്ചാമ്മ. നല്ല തങ്കപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞ വിശുദ്ധ കത്രീനാമ വരെ തോറ്റുപോകും. അച്ചാമ്മ കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസമല്ലേ നിന്നുള്ളൂ. അതെ അതെ, സ്ഥിരം നിൽക്കുമ്പോഴറിയാം വിവരം. ഓ, അറിയാനൊന്നുമില്ലടി. ഏതായാലും നിന്റെ മരുമോള് നിന്നെ ചെയ്തതുപോലെ കുഞ്ചി താത്തി പിടിച്ച് ഇടിക്കാനൊന്നും പോകില്ല. ആ, വെറുതെ അല്ലടി എനിക്ക് ഒറ്റ ചുമ. ബിരിയാണി ആള് മോശം. ചേട്ടത്തി പറയുന്ന എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നേരാണ്. പിന്നല്ലാതെ. അങ്ങനെയാ കൊച്ചുതോമന്റെ ഭാര്യ ഒളിച്ചോടി പോയതും അവർ രണ്ടാമത് കല്യാണം കഴിച്ചത്. എന്റെ ഈശോയെ. ഏതായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോ. വേണ്ട ഏട്ടത്തി, ഞാൻ പോവാ. എന്നാ നീ പോ. കാട്ടിൽ ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് എത്ര കാലായി. അല്ല, ഈ വർഷത്തെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് അന്തോണിച്ചോ? മോശമല്ല എടുത്തി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 10 പറയെങ്കിലും കൂടുതൽ കാണും. ഓ, താൻ ഭാഗ്യവതിയാടോ. അധ്വാനിക്കാനും കുടുംബം നോക്കാനും ഇങ്ങനൊരു മോനെ കിട്ടിയല്ലോ. എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം. വീട്ടിലുണ്ടൊരു കൊക്കരവാലൻ. പണിക്കും പോകുകയല്ല, പെണ്ണുമ്പിള്ളയുടെ വാക്കും കേട്ട് എന്റെ നേരെ മെക്കിട്ടും കയറും. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എടുത്തി വിഷമിക്കണ്ട. ഞായറാഴ്ച പള്ളി വെച്ച് കാണുമ്പോ ഞാനൊന്ന് ഉപദേശിക്കാം. എന്റെ പൊന്നു ഗോപാല, കച്ചിന് മാറ്റിയിട്ടേ അങ്ങോട്ട്. അല്ല അന്തോണിച്ച, നിങ്ങളുടെ അപ്പം മരിച്ചപ്പോ ഇളയത്തിങ്ങളെ പോറ്റാൻ പണിക്കിറങ്ങിയ നീ പെണ്ണ് കെട്ടാൻ മറന്നു. കൊടുക്കും പെണ്ണ് കെട്ടിയപ്പോ പ്രായവും കഴിഞ്ഞു. അല്ലേ, കല്യാണത്തിന്റെ 4-ാം പക്കം നിന്റെ പെണ്ണ് ഗൾഫിന് പോയതല്ലേ? ഇനി എന്ന് വരും? അല്ല, ഈ മാസം വരുമെന്നാ പ്രതീക്ഷിക്കുന്നേ. ജോണിയെ കണ്ടില്ലല്ലോ. വെളുപ്പിന് 5:30 വണ്ടിക്ക് പോയതാ. കോളേജ് അധ്യാപകന്റെ ഇന്റർവ്യൂവാ. ഞാൻ അർത്തങ്ക പുണ്യാളോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഈ ജോലി കിട്ടും. ജോണി പ്രസന്റ് സർ. കാട്ടിങ്കൽ ജോണി പ്രസന്റ് സർ. ഓട്ടോ കുറച്ചുകൂടെ സ്പീഡിൽ വിടാൻ പറഞ്ഞ അയാൾ കേൾക്കണ്ടേ? ഇന്റർവ്യൂവിന് തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന മാനേജ്മെന്റ് സർ വരുന്നുണ്ട്. ഇന്റർവ്യൂ ബോർഡിനോട് പറയാം. അല്ല, ഇന്റർവ്യൂ വന്നതാ. താങ്ക് യു സർ. നെക്സ്റ്റ്. മേ ഐ കം ഇൻ സർ? യെസ്. ഗുഡ് മോർണിംഗ് സർ. എന്താ ഇത്? ഇത് ഫയലാണ് സർ, നിറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതല്ല ഈ വേഷം. പാന്റ് ഷർട്ട് നന്നായിട്ടില്ലേ സർ? ഈ ഷർട്ടിൽ എന്താണെന്ന്? അത് പിന്നെ ഓടി വന്നപ്പോ സ്റ്റെയർ കേസിൽ വെച്ച് മഷിക്കാരന്റെ ദേഹത്തുണ്ടായിരുന്ന പ്യൂണിന്റെ ദേഹത്തുണ്ടായിരുന്ന മഷി ഇങ്ങനെ കെട്ടിപ്പിടി തട്ടി. ഓക്കെ, സിറ്റ് ഡൗൺ. അതാണ് മിസ്റ്റർ ജോണി സർ. ഇത് ഞങ്ങളുടെ കോളേജ് കൗൺസിൽ മെമ്പേഴ്സ് ആണ്. നൗ യു ക്യാൻ സ്റ്റാർട്ട് പ്ലീസ്. മലയാള സാഹിത്യത്തിൽ തന്നെ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ കാരണം എന്താ? അത് സർ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ചെറിയ തോതിൽ സാഹിത്യത്തിന്റെ രോഗം ഉണ്ടായിരുന്നു. MA-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതിയ 2 ചെറുകഥകൾ മഞ്ചീരം വാരികയിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. മൃണാളിനി കഥ പറയുന്നു, ചാന്ദിനി ചൗക്കിലെ വൃദ്ധൻ. പിന്നെ ആകാശവാണി ഞാൻ എഴുതിയ 7 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. യൂദാസിന്റെ പശ്ചാത്താപം, ആക്കനി തിന്നരുത്, ദാവീദും ഗോലിയാത്തും. സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി. അത് വിദ്യാവിധി വിഹീനേന കിം കുലീനേന ദേഹിനാം അകുലീനോപിയോ വിദ്വാൻ ദൈവതൈരപി പൂജ്യതേ. വിദ്യയില്ലാത്തവൻ എത്ര ഉന്നത ജാതിയിൽ പിറന്നവനാണെങ്കിലും അവൻ അധമനാണ്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സംഭാവന എന്താണ്? എഴുത്തുവിദ്യ. ഗ്രീസ് ലോകത്തിന് നൽകിയ സംഭാവന ജനാധിപത്യം. മുണ്ടകോപനിഷത്ത് ഏത് വേദത്തിൽ നിന്നാണ്? അഥർവവേദത്തിൽ നിന്ന്. നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മഹത് വ്യക്തി? കാട്ടുങ്കൽ അന്തോണി. അതാരാ? അപ്പച്ചൻ മരിക്കുമ്പോ 3 വയസ്സുള്ള എന്നെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ച അന്തോണി അച്ചായൻ. പിതാവായ ദൈവമേ, ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പകയും വിദ്വേഷവും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. നിത്യപിതാവായ സർവേശ്വര, എന്നേക്കും ആമേൻ. കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ. എന്താടാ? അല്ല അച്ചായ, എന്താ മക്കളെ? അച്ചാമ്മ ചെറുത്തിക്ക് എഴുതുമ്പോ എന്റെ കാര്യം കൂടി ഒന്ന്.
അല്ല, 1-2 ലക്ഷം വരെ കൊടുത്ത് ജോലി കയറാൻ ആൾക്കാരുണ്ട്. പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒന്നാമനായതുകൊണ്ട് ചെറിയൊരു തുക അവർ ചോദിക്കുന്നുള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ ആ തുക അച്ചായന് തിരിച്ചു തന്നേക്കാം. എന്താ അച്ചായ? നീ എന്താ പറഞ്ഞേ? 1 വർഷത്തിനുള്ളിൽ നീ അത് തിരിച്ചു തന്നേക്കാവുന്ന, അതായത് എന്റെ കടം വീട്ടിയേക്കാവുന്ന അല്ലേ? അങ്ങനെ എല്ലാ കണക്കും നിനക്ക് തീർക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ അപ്പച്ചൻ മരിച്ചതിന് ശേഷം നമുക്കൊരു ദാരിദ്ര്യകാലം ഉണ്ടായിരുന്നു. കുട്ടികളായ നിങ്ങളെന്ന് വിശന്ന് കരഞ്ഞപ്പോ 13 വയസ്സുള്ള ഞാൻ അന്ന് പണിക്കിറങ്ങി, കല്ലുമടയിൽ പാറ പൊട്ടിക്കാൻ. നിങ്ങളുടെ വിശപ്പ് മാറിയപ്പോഴും ഞാൻ അന്നും പട്ടിണി കിടക്കുകയായിരുന്നു. പൊട്ടിപ്പൊളച്ചേ കൈകൊണ്ട് ഒരു പിടി ചോറ് പോലും വാരി തിന്നാനാവാതെ ഞാൻ അന്നും പട്ടിണി കിടന്നു. അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. എന്റെ അനുജന്മാരുടെ അമ്മച്ചിയുടെ വിശപ്പ് മാറിയല്ലോ എന്നോർത്ത് അന്നും ഇന്നും എന്തും നിങ്ങൾക്ക് നൽകാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നോടുള്ള കണക്ക് തീർത്തിട്ട് അകന്നു പോകാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ തരുന്നതിൽ ഒന്ന് മാത്രം നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാ മതി, സ്നേഹം. അതെത്ര വേണമെങ്കിലും തന്നോളൂ. ഈ അച്ചായൻ വാങ്ങിച്ചോളാം മക്കളെ, വാങ്ങിച്ചോളാം. അഹമ്മദിനെയും ജൂഡിനെയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താ ചിരിക്കുന്നത്? ഭാർഗവനെ അറിയില്ലേ? ആദ്യം എന്റെ അച്ഛന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പിന്നെ തോറ്റ് എന്റെ ക്ലാസ്മേറ്റ് ആയി. അവസാനം ഭാർഗവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ ഒരു അധ്യാപക സമരം തന്നെ വേണ്ടി വരും. അല്ലേ ഭാർഗവ? അയാളിപ്പോ തെങ്ങ് ചെത്തുന്നു, സാറ് കോളേജ് കിടന്ന് ചെത്തുന്നു അല്ലേടാ? കോളേജിൽ സ്റ്റണ്ട് കഴിഞ്ഞോടെ സാറിന് ഇപ്പൊ ഒരു കളിപ്പേര് വേണ്ടിട്ടുണ്ട്. എന്താ അത്? മലയാളം ബ്രൂസിലി. അത് കൊള്ളാലോ. അല്ല, ആ കാന്താരി വന്നില്ലേ മെറീന? മെറീന ഇനി പഠിക്കുന്നില്ല. എന്തു പറ്റി? സാറ് ഇൻസൾട്ട് ചെയ്തോണ്ട് അവള് പഠിത്തം നിർത്തി. കാര്യം ശരി, അവൾ അഹങ്കാരിയാ. പക്ഷേ അവള് സംഗീതം വേണ്ടെന്ന് വെച്ചതും ഇപ്പോ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചതും നീ ഒരുത്തൻ കാരണമാണ്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കർത്താവും നമ്മളോട് ക്ഷമിക്കുന്നത്. ഒരു അധ്യാപകൻ കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥി പഠനം അവസാനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അയാൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. മെറീന, എന്നോടുള്ള ദേഷ്യത്തിൽ മെറീന പഠിപ്പ് നിർത്തിയെന്ന് കേട്ടു. അത് പാടില്ല. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ വായിൽ തോന്നിയതൊക്കെ നമ്മൾ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറക്കണം. ഇനി എന്റെ ഭാഗത്തു നിന്നും മെറീനെ വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. മെറീന നാളെ മുതൽ കോളേജിൽ വരണം. ഇവർക്ക് സമരം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഓക്കെ, നിർത്തൂ. പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം എന്റെ ക്ലാസ് ഇരുന്നാൽ മതി. സമരം ചെയ്യണമെന്നുള്ളവർക്ക് പോകാം. ഇങ്ങനെ ഓരോ നിസ്സാര കാര്യത്തിന് സമരം ചെയ്താലേ പോഷണമൊന്നും തീരില്ല. അവസാനം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാ. രാഷ്ട്രീയക്കാരുടെ സഹായം ഒന്നും പരീക്ഷാ സമയത്ത് ഉണ്ടാവില്ല. പഠിക്കാതെ ആരും രക്ഷപ്പെടാൻ പോണില്ല.